ക്ലാസ്സിൽ പറഞ്ഞത് കൂളംസ് ലോ ആയിരുന്നു പറഞ്ഞത്. കൂളംസ് ലോ എന്ന് പറയുന്നത് രണ്ട് ചാർജുകൾ അത് തമ്മിലുള്ള ഫോഴ്സിനെ കുറിച്ചായിരുന്നു കൂളംസ് ലോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square എന്നുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞു. നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മൾ രണ്ടിലധികം ചാർജസ് 3 or more ചാർജസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിനകത്ത് രണ്ടിലധികം ചാർജ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷനാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അത് പറയാൻ വേണ്ടി we will say what is principle of superposition. Principle of superposition. Principle of superposition. According to principle of superposition, if we have two or more charges Q1, Q2, Q3, Q4 അങ്ങനെ 4 ചാർജസ് ഉള്ള ഒരു സിസ്റ്റത്തെ നമ്മൾ കൺസിഡർ ചെയ്തു. Q1, Q2, Q3, Q4 എന്ന് പറയുന്ന 4 ചാർജസ് ഉള്ള ഒരു സിസ്റ്റത്തെ നമ്മൾ കൺസിഡർ ചെയ്തു. We have to write the equation for, അല്ലെങ്കിൽ we have to represent the force experienced by any one of the charge. For example, നമുക്ക് Q1 എന്ന് പറയുന്ന ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F ആണെന്ന് പറയും. Let F be the force experienced by the charge Q1. Force is a vector quantity. അതുകൊണ്ട് ഇവിടെ നമുക്ക് പലതും പല ഡയറക്ഷനിലാണ്. അപ്പോൾ we have to represent the direction also. അപ്പോൾ നമ്മൾ അതിന്റെ വെക്ടർ ഫോമിലാണ് ഇക്വേഷൻ എഴുതുന്നത്. So F be the force experienced by the charge Q1. അപ്പോൾ നോക്കിക്കേ, ഈ Q1 എന്ന് പറയുന്ന ചാർജിനകത്ത് ആരൊക്കെ കാരണമുള്ള ഫോഴ്സ് കാണും? Q2 കാരണമുള്ള ഒരു ഫോഴ്സ് കാണും, Q3 കാരണമുള്ള ഒരു ഫോഴ്സ് കാണും, Q4 കാരണമുള്ള ഫോഴ്സ് കാണും. അതായത് Q1 എന്ന് പറയുന്ന ചാർജ് Q2 കാരണം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, Q3 കാരണം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, Q4 കാരണം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. Let F12 be the force experienced by Q1 due to Q2. അല്ലെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ Q1 and Q2 നെ നമുക്ക് എന്ത് വിളിക്കാം? F12 എന്ന് വിളിക്കാം. ഫോഴ്സ് ബിറ്റ്വീൻ Q1 and Q3 നെ നമുക്ക് F13 എന്ന് വിളിക്കാം. ആൻഡ് ഫോഴ്സ് ബിറ്റ്വീൻ Q1 and Q4 നെ നമുക്ക് F14 എന്ന് വിളിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ the total force experienced by Q1 can be written as F is equal to F12 plus F13 plus F14. If you have n number of charges, then it will be plus etc. F1n. പ്രിൻസിപ്പൾ ഓഫ് സൂപ്പർപൊസിഷൻ പറയുന്നത് എന്താണ്? നമുക്കൊരു സിസ്റ്റത്തിനകത്തിൽ n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ വെക്ടർ സം ഓഫ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ചാർജ് ഡ്യൂ ടു ഈച്ച് ഓഫ് ദി അതർ ചാർജസ്. ഓരോ ചാർജ് കാരണവും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ വെക്ടർ സം ആണ് ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ചാർജ്. ഇതേപോലെ തന്നെ Q2 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യണം? Q1, Q4, Q3 കാരണമുള്ള ഫോഴ്സിന്റെ വെക്ടർ സം ആയിരിക്കും. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. അപ്പൊ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ നമ്മൾ പറയുമ്പോൾ നമ്മൾ വെക്ടർ ഫോമിലാണ് എഴുതിയത്. അപ്പൊ നമുക്ക് അവിടെ മാഗ്നിറ്റ്യൂഡും കൺസിഡർ ചെയ്യണം, ഡയറക്ഷനും കൺസിഡർ ചെയ്യണം. നമുക്ക് പറയാം ഇഫ് R12 is the distance between Q1 and Q2, R13 is the distance between Q1 and Q3, and R14 is the distance between Q1 and Q4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് F12, F13, F14 എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് F12, F13, F14 നമുക്ക് എഴുതാം. F12 is equal to 1 by 4 pi epsilon 0 Q1
Q2 divided by R12 square, magnitude of F12. Again, magnitude of F13 is equal to 1 by 4 pi epsilon 0 Q1 Q3 by R13 square, and F14 is equal to 1 by 4 pi epsilon 0 Q1 Q4 divided by R14 square. ഈ ഓരോ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ നമ്മൾ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ ഫോഴ്സിന്റെയും ഡയറക്ഷൻ എങ്ങനെയാണ് അതനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനൽ ആൻസർ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനെ ബേസ് ചെയ്താണ്. അപ്പൊ നമ്മൾ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് പറഞ്ഞു. നമുക്കൊരു സിസ്റ്റത്തിനകത്തിൽ n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ ഓരോ ചാർജും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞു. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അനുസരിച്ച് ഒരു ചാർജിനകത്തിലുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വെക്ടർ സം ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദാറ്റ് ചാർജ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. ആ ഓരോ ചാർജുകൾ കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ വെക്ടർ സം. ഓരോ ചാർജ് കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കൂളംസ് ലോ വെച്ച് എഴുതാം. അത് നമ്മൾ എഴുതി 1 by 4 pi epsilon 0 Q1 Q2 by R square എന്ന് പറയുന്ന ആ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാം. നമ്മുടെ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇലക്ട്രിക് ഫീൽഡ് ആണ്. തീർച്ചയായിട്ടും ഒരു ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചാർജ് കാരണം അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഫീൽഡ് ഉണ്ടായിരിക്കും. ആ ഫീൽഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എനി ചാർജ്, ഏതെങ്കിലും ഒരു ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു എ ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് അല്ലെങ്കിൽ എ ടെസ്റ്റ് ചാർജ്. ഒന്നിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചാർജോ ആ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ചാർജ് ഇവിടെ കൺസിഡർ ചെയ്തു, Q എന്ന് പറയുന്ന ഒരു ചാർജ് കൺസിഡർ ചെയ്തു. Q എന്ന് പറയുന്ന ചാർജിൽ നിന്നും R ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. Q എന്ന് പറയുന്ന ചാർജിൽ നിന്നും R ഡിസ്റ്റൻസിൽ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്തു, P എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. I have to write അല്ലെങ്കിൽ I have to define the electric field at point P. P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് ഡിഫൈൻ ചെയ്യണം. ഞാൻ എന്താ പറഞ്ഞേ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P can be defined as the electric force experienced by a test charge. It is defined as the electric force experienced by a test charge Q0 divided by magnitude of charge. നമ്മളിവിടെ കൺസിഡർ ചെയ്ത ടെസ്റ്റ് ചാർജിന്റെ വാല്യൂ Q0 ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് ഈസ് ഈക്വൽ ടു F by Q0. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് ദാറ്റ് പോയിന്റ്. ഈ പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു F by Q എന്ന് നമുക്ക് എഴുതാം. Again, what is the equation for force experienced by two charged particles? ഇവിടെ Q എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്, ഇവിടെ ഞാൻ Q0 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജ് പ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് നമുക്ക് എഴുതാം 1 by 4 pi epsilon 0 Q into Q0 divided by R square എന്ന് നമുക്ക് എഴുതാം. Q into Q0 divided by R square നമുക്ക് എഴുതാം. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞേ, ദിസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ദ ടെസ്റ്റ് ചാർജ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ E is equal to 1 by 4 pi epsilon 0 Q0 divided by R square into Q0 എന്ന് എഴുതും. ഈ Q0 ഉം എന്ത് ചെയ്യപ്പെടും, ക്യാൻസൽ ചെയ്യപ്പെടും. Therefore E is equal to 1 by 4 pi epsilon 0
Q by R square is the equation for electric field due to a charge at a point P which is at a distance R from the charge. ഒരു Q എന്ന് പറയുന്ന ചാർജിൽ നിന്നും R ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? 1/4πε0 Q by R square. ജനറൽ ഇക്വേഷൻ എന്താണ്? E is equal to force by the charge F by Q. അപ്പം നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ a charged particle അല്ലെങ്കിൽ a charge, force experienced by a charge in an electric field. Force experienced by a charge in an electric field. F is equal to force experienced by a charge in an electric field. F is equal to electric field. E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൽ ഒരു Q എന്ന് പറയുന്ന ഒരു ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് F എന്ന് വിളിക്കാം. ആൻഡ് F is equal to QE. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് is given by F is equal to QE. ഇതിനകത്ത് നിന്ന് നമ്മൾ എഴുതിയ ഇക്വേഷൻ ആണ് ഇത്. We know that ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ചാർജ് ആണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ഇൻടു ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ജനറൽ ഇക്വേഷൻ, അതായത് ഏതെങ്കിലും ഒരു പോയിന്റിലെ ഒരു ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താണ്? 1/4πε0 Q by R square. അപ്പൊ ആദ്യം നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ പറഞ്ഞു, രണ്ടാമത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ പറഞ്ഞു. ഫിഗർ ഇക്വേഷൻ force experienced by any charge in any electric field F is equal to Q. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ചാർജ് കാരണം ഏതെങ്കിലും പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. Q എന്ന് പറയുന്ന ഒരു ചാർജ് കാരണം അതിൽ നിന്നും R ഡിസ്റ്റൻസ് മാറി P എന്ന് പറയുന്ന ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി 1/4πε0 Q by R square എന്ന് എഴുതി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഒരു സിസ്റ്റത്തിനകത്ത് n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിലധികം ചാർജസ് ഉണ്ടെങ്കിൽ, രണ്ടിലധികമോ ചാർജസ് ഉണ്ടെങ്കിൽ, ആ ചാർജുകളെല്ലാം കാരണം ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ് us consider a system of 3 charges Q1, Q2, Q3. ഞാനിവിടെ 3 ചാർജ് ഉള്ള ഒരു സിസ്റ്റത്തെ കുറിച്ച് ആണ് പറയാൻ പോകുന്നത്. അപ്പം Q1, Q2, Q3 എന്ന് പറയുന്ന 3 ചാർജ് ഉള്ള ഒരു സിസ്റ്റത്തിനകത്ത് ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. P എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. I considered a point P. P എന്ന് പറയുന്ന പോയിന്റ് Q1 എന്ന് പറയുന്ന ചാർജിൽ നിന്നും R12 ഡിസ്റ്റൻസിലാണ്. P എന്ന് പറയുന്ന പോയിന്റ് Q1 എന്ന് പറയുന്ന ചാർജിൽ നിന്നും R12 ഡിസ്റ്റൻസിലാണ്. P എന്ന് പറയുന്ന പോയിന്റ് Q2 എന്ന് പറയുന്ന ചാർജിൽ നിന്നും R2, അല്ലെങ്കിൽ നമുക്ക് P എന്ന് പറയുന്ന പോയിന്റ് Q1 എന്ന് പറയുന്ന ചാർജിൽ നിന്നും R1 ഡിസ്റ്റൻസ് എന്ന് കൊടുത്താൽ മതി. R1 ഡിസ്റ്റൻസിലാണ്. Q2 എന്ന് പറയുന്ന ചാർജിൽ നിന്നും R2 ഡിസ്റ്റൻസിലാണ്. Q3 എന്ന് പറയുന്ന ചാർജിൽ നിന്നും R3 ഡിസ്റ്റൻസിലാണ്. P is at a distance R3 from Q3, R2 from Q2, R1 from Q1 എന്ന് പറയാം. തീർച്ചയായിട്ടും നമുക്ക് എഴുതേണ്ടത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P. Let E be the electric field at P. Electric field is also a vector quantity. The electric field at P ഞാൻ E വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ E is equal to എന്താണെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫോഴ്സിന്റെ കാര്യം പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ഫോഴ്സിനകത്ത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറഞ്ഞതിന്റെ കൂട്ട് ഇവിടെ നമ്മളത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ലെറ്റ് E1 be the force at P due to Q1 ചാർജ് കാരണം ഈ P എന്ന് പറയുന്ന പോയിന്റിലുള്ള
ഫീൽഡിനെ നമുക്ക് E1 എന്ന് വിളിക്കാം. ലെറ്റ് E2 be the field at P due to Q2 and E3 be the electric field at P due to Q3. P എന്ന് പറയുന്ന പോയിന്റിൽ Q1 എന്ന് പറയുന്ന ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് E1. P എന്ന് പറയുന്ന പോയിന്റിൽ Q2 എന്ന് പറയുന്ന ചാർജ് കാരണം ഉള്ള ഇലക്ട്രിക് ഫീൽഡ് E2. P എന്ന് പറയുന്ന പോയിന്റിൽ Q3 എന്ന് പറയുന്ന ചാർജ് കാരണം ഉള്ള ഇലക്ട്രിക് ഫീൽഡ് E3 ആണെങ്കിൽ we can say that the net electric field E is equal to vector E1 plus vector E2 plus vector E3. Total electric field is equal to the vector sum of E1, E2 and E3. Individual charges കാരണമുള്ള ഫീൽഡിന്റെ വെക്ടർ സം ആയിരിക്കും ഇവിടെ P എന്ന് പറയുന്ന പോയിന്റിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. നമുക്ക് E1ന്റെയും E2ന്റെയും E3യുടെയും മാഗ്നിറ്റ്യൂഡ് നമുക്ക് എഴുതാൻ പറ്റും. ഡയറക്ഷൻ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഡെറിവേഷൻസ് വരുമ്പോൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ ഇവിടെ ഒരു വെക്ടർ ആകുമ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൺസിഡർ ചെയ്യണം. ഇപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻസ് എഴുതാം. E1ന്റെ ഇക്വേഷൻ, E2ന്റെ ഇക്വേഷൻ, E3യുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജിന്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? 1/4πε0 Q/r² ആണ്. E1 ആര് കാരണമുള്ളതാണ്? Q1 കാരണമുള്ളതായതുകൊണ്ട് Q1 ബൈ ആറിന് പകരം വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഹിയർ? R1. Q1/r1². E2 എന്ന് പറയുന്നത് 1/4πε0 Q2/r2². And E3 is equal to 1/4πε0 Q3/r3². These are the equations for magnitude of E1, E2 and E3. അപ്പം നമ്മൾ ഒരു സിസ്റ്റം ഓഫ് n ചാർജസ് ഉണ്ടെങ്കിൽ ആ n ചാർജസ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഓരോ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വെക്ടർ സം ആയിരിക്കും നെറ്റ് ചാർജ്. ഓരോ ചാർജ് കാരണമുള്ള ഫീൽഡിന്റെ വെക്ടർ സം ആയിരിക്കും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ വെക്ടർ സം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൺസിഡർ ചെയ്യണം. മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതി, ഡയറക്ഷന്റെ കാര്യം നമ്മൾ പ്രോബ്ലംസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യും. ഹൗ ക്യാൻ വി കൺസിഡർ ദ ഡയറക്ഷൻ? ചിലത് റിസോൾവ് ചെയ്യണം, ചിലത് നമുക്ക് ഡയറക്റ്റ് ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡയറക്ഷൻ അനുസരിച്ചാണ് നമുക്ക് ഇത് കൂട്ടണോ കുറയ്ക്കണോ, E1 E2 തമ്മിൽ ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിന്റെ ഡയറക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ക്ലിയർ ആണല്ലോ?